ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ അനീഷിന്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച മോഹൻലാൽ വന്ന മുതലുള്ള എപ്പിസോഡിന്റെ കാര്യം പറയണം. അതായത് കഴിഞ്ഞ സൺഡേ ഉള്ള എപ്പിസോഡാണ് പുള്ളിയുടെ ആ ഒരു വിഷയം പ്രത്യേകമായിട്ട് എടുത്ത് ചർച്ച ചെയ്തത്. അതായത് ആ ഒരു പരാതി പെട്ടി അല്ലെങ്കിൽ എന്താണ് പരാതികളുള്ള ഇതിൽ വന്ന് നോക്കിയപ്പോഴത്തേക്ക് മോഹൻലാൽ പറയുന്നുണ്ടായിരുന്നു അനീഷിനെ പറ്റിയിട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പരാതി പറഞ്ഞെന്നുള്ളതിൽ പറയണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനീഷിനെ മോഹൻലാൽ വിമർശിക്കും അല്ലെങ്കിൽ വഴക്കുറയും എന്നുള്ള രീതിയിലാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ ആകെ ആ ആദില നൂറുടെ കാര്യത്തിൽ അനീഷ് പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് മോഹൻലാൽ അനീഷിനെ വിമർശിച്ചത്. അതിനുശേഷം ബാക്കി ആൾക്കാർ പറഞ്ഞ പരാതിയിലേക്കൊന്നും പുള്ളിനെ ലാലേട്ടനൊന്നും പറഞ്ഞില്ല, മോഹൻലാലൊന്നും പറഞ്ഞില്ല. ആകെ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്താണ് അപ്പാന് ശരത്ത് വന്നിട്ടും ഇതേപോലെ പറയുമ്പോഴത്തേക്കും ഈ 19 പേരും ഒരുപോലെ ഇഷ്ടപ്പെടാത്ത വ്യക്തിയാണ് അനീഷ് എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ഇവര് തന്നെ ആണ് ആ എന്താ അനീഷിന്റെ ഉള്ളിൽ ആ ഒരു ഗെയിമർ അല്ലെങ്കിൽ അയാളുടെ ഗെയിം സ്ട്രാറ്റജി ശരിയാണെന്ന് വെക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അയാളെ തന്നെ ധരിപ്പിക്കുന്നത്. അതായത് ആ 19 പേർക്കും കൂടി ഒരു ഒറ്റ എതിരാളി എന്നുള്ള സംഭവം വരുമ്പോഴത്തേക്കും അയാൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അല്ലെങ്കിൽ അയാൾ ഇങ്ങനെ ഒരു പൊട്ടനെ പോലെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ ചെയ്യുന്ന സ്ട്രാറ്റജി ഇവിടെ വർക്ക് ആവുന്നുണ്ടെന്നുള്ള സംഭവം മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ അനീഷ് കളിക്കുന്ന ഒരു മൈൻഡ് ഗെയിം ആണെന്നുള്ള കാര്യങ്ങൾ ഈ ബാക്കിയുള്ള 19 പേരും വിട്ടുപോകുന്നുണ്ട്. നല്ലപോലെ അവരെ അനീഷ് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ ഓൾറെഡി എല്ലാവരും സമ്മതിച്ച കാര്യമാണല്ലോ ഈ 19 പേരും ഇവർക്ക് എന്താണ് അനീഷിനെതിരെയാണെന്നുള്ള സംഭവം. അതേപോലെ തന്നെ അനീഷ് അങ്ങനെ മറ്റുള്ള ആൾക്കാരെ പോലെ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് പിടിച്ച് പോകുന്ന സംഭവങ്ങളൊന്നും കാണുന്നില്ല. അപ്പൊ അപ്പാനി വന്നിട്ട് കംപ്ലൈന്റ് ലാലേട്ടൻ്റെ അടുത്ത് പറയുമ്പോഴത്തേക്കാണെന്നുണ്ടെങ്കിലും മോഹൻലാൽ ചോദിക്കുന്നത് എന്താണ്, പിന്നെ ഒരാൾ പെർഫെക്റ്റ് ആയിട്ട് കളിക്കാമെന്നുള്ള രീതിയിലല്ല വന്നിരിക്കുന്നത്. അയാൾ അവിടെ കോമ്പറ്റീഷൻ ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പൊ അയാൾ പല തരത്തിലുള്ള ഗെയിം കളിക്കും അല്ലെങ്കിൽ പല തരത്തിലുള്ള സ്ട്രാറ്റജി എടുക്കും. അപ്പൊ അതില് നമ്മളും അയാളുടെ ഒപ്പം തന്നെ ഗെയിം കളിക്കുക അല്ലെങ്കിൽ അയാളെ നമ്മൾ തോൽപ്പിക്കുക എന്നുള്ള ഒരു ഇതാണ് ആ ഒരു ഗെയിമിൽ വന്നേക്കുന്ന എല്ലാവരും ചെയ്യേണ്ടത്. പക്ഷെ അവിടെ ആൾക്കാർ മറന്നു പോകുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വന്ന് കളിക്കാനും ചിരിക്കാനും വന്നിരിക്കുന്നു എന്നുള്ളൊരു ലാഘവത്തോടു കൂടിയാണ് മിക്ക ആൾക്കാരും വന്നിരിക്കുന്നത്. പിന്നെ കുറെ ആൾക്കാർ അവിടെ ഗെയിം കളിക്കാൻ വന്നിട്ട് ഒട്ടുമിക്ക ആൾക്കാർക്കും എന്താണ് ഒരു എതിരാണ് വന്നത് എന്നുള്ള സംഭവം മറന്നുപോയി. അവരെന്തോ ടൂർ വന്നേക്കുന്ന പോലത്തെ ഒരു സംഭവങ്ങളാണ് മിക്കതും നമുക്ക് നോക്കുമ്പോൾ കാണാം. കാരണം ഇത്രയും കുറെ ആൾക്കാർ ഈ ഒരു ബിഗ് ബോസ് ഷോയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്നിട്ട് പോലും എന്താണ് കുറച്ച് ആൾക്കാർക്കാണ് അത്രയും കഷ്ടപ്പെട്ട് കിട്ടിയതാണ്. എന്നിട്ട് ആ ഒരു കഷ്ടപ്പാടിന്റെ വില അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരു അവസരം അത് എന്തിനോ വന്നിട്ട് വേർതിരിക്കുന്ന പോലെയൊക്കെയാണ് നമുക്ക് തോന്നുന്നത്. അതിന് തിരിച്ചു കയറി വരുമായിരിക്കും. അതിനുശേഷം നമ്മളുടെ ഈ എന്താണ് അനീഷിന്റെ ക്യാപ്റ്റൻസി അത് മാറി നമ്മളുടെ വേറെ ആളിലേക്ക് പോകുന്നത് കണ്ട്, ഷാനവാസിലേക്ക് പോകുന്നത് കണ്ട്. അപ്പൊ അതില് ആ ഒരു ചീപ്പ് കൊടുക്കുന്ന സംഭവം എന്തെങ്കിലും ഒരു ഉപഹാരം കൈമാറിയിട്ട് വേണം അത് ക്യാപ്റ്റൻസി ഒഴിഞ്ഞു കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും പുള്ളിയുടെ ആകെയുള്ള ഒരു ചീപ്പാണ്. പക്ഷെ ആ ഒരു ചീപ്പ് പോലും പുള്ളി കൊടുക്കുമ്പോഴത്തേക്കും അത്രയും ഒരു ചെറിയൊരു ഗിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും പുള്ളി അത്രയും ഒരു വാക്കുകളിലൂടെ അതൊരു വലിയൊരു സംഭവമാക്കി മാറ്റി. അപ്പൊ അതില് ജനങ്ങളുടെ ഉള്ള സ്വീകാര്യത പിന്നെ പറയുന്നുണ്ടെങ്കിൽ പുള്ളിനെ മറ്റേ നമ്മളെ കിച്ചന്റെ ക്യാപ്റ്റനായിട്ട് ഇട്ടിട്ടായിരുന്നു. അപ്പൊ ഫസ്റ്റത്തെ ദിവസമൊക്കെ നമ്മൾ വിചാരിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഈ കിച്ചന്റെ ആൾക്കാരും അല്ലെങ്കിൽ ബാക്കിയുള്ള മെമ്പേഴ്സ് കിച്ചൺ ഡ്യൂട്ടിക്കുള്ള ബാക്കിയുള്ള മെമ്പേഴ്സ് തമ്മിൽ അടിയാവും എന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനത്തെ അടികളൊന്നും സംഭവിച്ചില്ല. ഫസ്റ്റ് ഡേ എല്ലാവരും സപ്പോർട്ടായിട്ട് നിന്നു. നല്ലപോലെ തന്നെ ആ ഒരു കിച്ചന്റെ ക്യാപ്റ്റനുള്ള സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വന്നതാണ് ഈ 6 പേര് മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറഞ്ഞിട്ട് 6 പേരിൽ 2 പേര് ഈ എന്താണ് ഈ ഒരു റൂമിലേക്ക് 2 പേരെ മാറ്റും. ചിലപ്പോൾ അവർ തിരിച്ചു വന്നേക്കാം, വരില്ലായിരിക്കാം. അതൊക്കെ ബിഗ് ബോസ് അല്ലെങ്കിൽ പ്രേക്ഷകരോ തീരുമാനിക്കുന്ന രീതിയിൽ വന്നിട്ടായിരുന്നു. അപ്പൊ ആ ഒരു ഇതിൽ അനീഷ് ഇപ്പൊ എന്തായാലും എവിക്ഷനിൽ എന്തായാലും തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കും. കാരണം വീട്ടിലുള്ള ആൾക്കാർക്ക് എന്തായാലും പുറത്തുള്ള അപ്പൊ ഇതേപോലത്തെ സംഭവങ്ങൾ വരുമ്പോഴത്തേക്കും ഉറപ്പായിട്ട് അനീഷിനെ ഇങ്ങനത്തെ സംഭവങ്ങളിലേക്ക് ബാക്കിയുള്ള വീട്ടിലുള്ള മെമ്പേഴ്സ് കൊണ്ട് വിടും. അപ്പൊ അങ്ങനെ വന്ന 6 പേരിൽ ഒരാളാണ് അനീഷ്. അപ്പൊ അവിടെയും എന്താണ് ഇവിടെ ആൾക്കാർ ഈ 6 പേര് 2 പേർക്ക് സെലക്ട് ചെയ്യണം ഇവരുടെ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഫസ്റ്റ് ഉള്ള ആൾക്കാർ വന്നിട്ട് ഈ ആര്യനെയും പിന്നെ അതേപോലെ തന്നെ ജിസൈലിൽ എടുക്കുന്നു, അല്ലെങ്കിൽ പിന്നെ നൂരനെയും പിന്നെ മറ്റേ പുള്ളിക്കാരനെയൊക്കെ എടുക്കുന്നു. പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരെ ഫസ്റ്റ് വന്ന ആൾക്കാർ എടുത്തിട്ട് പോയി. പിന്നെ അനീഷ് വന്ന് നോക്കിയപ്പോഴത്തേക്കും കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പൊ അനീഷ് അവിടെ സ്ട്രാറ്റജി ആയിട്ടുള്ള ഇതിനെ കളിച്ചു എന്നുള്ളത് നല്ലൊരു ബുദ്ധിപരമായിട്ടുള്ള പ്ലേ തന്നെ നടത്തി. അവിടെ
ഈ പുള്ളിക്കാരനാണ് ഏറ്റവും കൂടുതൽ ഈ എന്താണ് വഴക്കും അടിയും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ശത്രുതയൊക്കെ ആ ഒരു വീടിൻ്റെ അകത്തുള്ള വ്യക്തിയാണ് ഈ അപ്പാനെയും അതേപോലെ അനിമോൾ എന്ന് പറയുന്നത്. അവരെ തന്നെ സെലക്ട് ചെയ്തിട്ട് അവരെ വെച്ചിട്ട് ഗെയിം കളിക്കുന്നു. അവർ ഈ ശത്രുവായിട്ടുള്ള ഒരാൾക്ക് വേണ്ടി കളിക്കുന്നു. അത് കളിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ പുള്ളി അത് ഏത് രീതിയിലാണ് കാണുന്നത് എന്നുള്ള സംഭവം അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാർ അതെങ്ങനെ എടുക്കുന്നു. തൻ്റെ ശത്രുക്കളെ കൊണ്ട് തന്നെ തനിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, താൻ വീട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പം അതിൽ ഫസ്റ്റത്തെ ഇതിൽ തന്നെ ഏറ്റവും 6ാമത്തെ പൊസിഷനായിരുന്നു അനീഷിന് കിട്ടിയത്. പിന്നെ 3rd പൊസിഷനിലേക്കായി. പിന്നെ അതിനുശേഷം ഫസ്റ്റ് പൊസിഷനിലേക്ക് എത്തുന്നില്ല. അപ്പോഴും പുള്ളിക്കാരൻ ഒരു റെഡ് സോണിൽ തന്നെ നിന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം പിന്നെ എന്തൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഒരു ഗെയിം അവരവരുടേതായിട്ടുള്ള ഗെയിം വന്ന് അതിൽ പുള്ളി 2 തവണയും പുള്ളി പോയിട്ട് ആ ഒരു ബട്ടണിൽ അടിച്ചിട്ട് പുള്ളി ആ സ്റ്റോൺസ് എടുത്തുകൊണ്ട് നിട്ടു. പുള്ളി ആ റെഡ് സോണിൽ നിന്ന് മാറിയിട്ട് സേഫ് ആയ സ്ഥലത്തേക്ക് വന്നു. അതിന് പകരം ഈ സരികയും അതേപോലെ തന്നെ നമ്മളുടെ ഒനീലും ആ ഒരു റൂമിലേക്ക് പോയിട്ടുണ്ട്. അപ്പം പുള്ളിയുടെ ഗെയിം എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഒട്ടും പ്രശംസിക്കാതിരിക്കാൻ പറ്റില്ല. പുള്ളി നല്ല സൂപ്പറായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. ചിലപ്പോൾ വിന്നറായിട്ട് വന്നേക്കാം. കാരണം അവിടെ ഈ അനീഷിന് എതിരെയുള്ള ഒരു പോരാളിനെ കാണാൻ വേണ്ടി പറ്റുന്നില്ല. കാരണം ബാക്കിയെല്ലാവരും നമുക്കറിയാം, ബാക്കിയുള്ള സീസൺസ് നോക്കി കഴിഞ്ഞാൽ അറിയാം, ഈ ജയിച്ചു വന്നിരിക്കുന്ന ആൾക്കാർ. ഇപ്പോൾ എക്സാമ്പിൾ ജിൻഡോയുടെ കാര്യം എടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ ഒറ്റക്കായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത് വെച്ചത് മനസ്സിലായില്ല. ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അയാൾ ജയിച്ച്. ഇവിടെയും സെയിം ടൈം ആ അനീഷ് അങ്ങനത്തെ ഒരു സംഭവം കാണിക്കുന്നത്. പുള്ളി ആരെയും അടുപ്പിക്കുന്നില്ല, അങ്ങനത്തെ സംഭവം. അപ്പോൾ നിങ്ങൾ ഈ കളിക്കുന്ന ആൾക്കാർ ഇങ്ങനത്തെ ഒരു സംഭവം പുറത്ത് വരാതെ, അല്ലെങ്കിൽ ഇയാൾ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോഴത്തേക്കും നിങ്ങളെല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്യുന്നുള്ള സംഭവം വരാതിരിക്കാൻ നോക്കുക. മനസ്സിലായതൊക്കെ ഒരു ഗെയിമിൻ്റെ ഭാഗമാണ്. അപ്പം അതിൻ്റെ അകത്തുള്ള ആൾക്കാരനെ എന്താണ് അങ്ങനത്തെ ഈ സംഭവങ്ങൾ പുറത്തേക്ക് പ്രേക്ഷകരുടെ മനസ്സിൽ ഈ അനീഷ് ഹീറോ ആകാതിരിക്കാനുള്ള സംഭവങ്ങൾ നിങ്ങൾ അകത്തുള്ള ആൾക്കാരെ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു, ഇപ്പം എന്താണ് ഈ അക്ബറും അല്ലെങ്കിൽ അപ്പാണിയും കൂടി തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു, എന്താ നമ്മൾ പുറത്തേക്ക് ഇപ്പം നമ്മളുടെ ഇമേജ് പോയിട്ടുണ്ട്, ഇമേജ് തകർന്നിട്ടുണ്ടാകും, പല പേരായിരിക്കും നമ്മളുടെ പറ്റിയ വന്നിട്ടുണ്ടാവുക. ഇത് എന്താണ് ചതിയൻ അല്ലെങ്കിൽ ഒട്ടും കണ്ണീച്ച് വരാത്ത എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും വിളിക്കും. കാരണം അതിൻ്റെ അകത്ത് നമ്മൾ ഇവരുടെയൊക്കെ റിയൽ ഫേസ് കാണുന്നതാണല്ലോ. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഈ അക്ബർ കറക്റ്റായിട്ട് ഒരു നല്ലൊരു വീക്ഷണമുള്ള ഒരാളാണ്. കാരണം പുള്ളി പറയുന്നുണ്ട് അനീഷ് പുറത്ത് വില്ലനാണെന്നുണ്ടെങ്കിൽ അപ്പാണിയാണ് ഹീറോ, ബിഗ് ബോസിലെ ഹീറോ. അല്ലെങ്കിൽ അപ്പാണി പുറത്ത് വില്ലനാണെന്നുണ്ടെങ്കിൽ അനീഷാണ് ബിഗ് ബോസിലെ ഹീറോ. കാരണം ആൾക്കാർ അങ്ങനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മളുടെ ഈ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴത്തേക്കും അനീഷ് നല്ലപോലെ വൈറലായിട്ടുണ്ട്. അല്ലെങ്കിൽ ആൾക്കാർ ഭൂരിഭാഗം ആൾക്കാരും അനീഷിനെ നെഞ്ചിലേറ്റിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്ത് പോയ ബാക്കിയുള്ള കണ്ടസ്റ്റൻ്റ് ആൾക്കാർ മാത്രമാണ് എന്തെങ്കിലും അനീഷിനെ എതിർത്തുള്ള പോസ്റ്റുകളൊക്കെ ഇടുന്നതെന്ന് തോന്നുന്നുണ്ട്. അപ്പം പുള്ളിയുടെ ആ ഗെയിമിൻ്റെ അകത്തുള്ള എന്താണ് ഇപ്പം മോഹൻലാൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നിങ്ങളുടെ വീട്ടിലേക്ക് ആരെയും അടുപ്പിക്കൂല, നിങ്ങളുടെ നാട്ടിലേക്ക് ആരെയും അടുപ്പിക്കൂല, ആരും വീട്ടിലേക്ക് വരണം എന്നുള്ള സംഭവം അനീഷ് പറഞ്ഞു. അപ്പം അത് ശരിക്കും മനസ്സിൽ നിന്ന് പറഞ്ഞതാണ് അല്ലെങ്കിൽ വെറുതെ പറഞ്ഞതെന്ന് വെച്ചപ്പോഴത്തേക്ക് അനീഷ് പറഞ്ഞു, ഞാൻ സത്യമായിട്ട് പറഞ്ഞതാണ്, എനിക്ക് ആരെയും ഇവരൊന്നും വീട്ടിലേക്ക് അടുപ്പിക്കാനായിട്ട് ഇഷ്ടമില്ല സംഭവം പുള്ളി അത് ഉറച്ചതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ നമ്മൾ ആലോചിക്കും ഗെയിമൊക്കെ കളിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പറയുമോ, കാരണം ഗെയിം കളിച്ച് അവിടെ നിന്ന് ഒരാൾ ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ തീർന്നു, പിന്നെ അവർ തമ്മിൽ കോമ്പറ്റീഷൻ ഇല്ല. അപ്പോൾ ഇതിങ്ങനെ ആഫ്റ്റർ ഗെയിം ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പറയുമെന്നുള്ള സംഭവം വിചാരിക്കും. പക്ഷെ ചിലപ്പോൾ അയാളുടെ ഒരു സ്ട്രാറ്റജി ആയിരിക്കാം, മനസ്സിലായില്ല. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ പുള്ളി പറയുമായിരിക്കും എനിക്കിങ്ങനെ ഫുൾ സ്ട്രാറ്റജി ആയിരുന്നു എന്നുള്ള സംഭവം ചിലപ്പോൾ പറയുമായിരിക്കാം. എന്താണെന്ന് നമുക്ക് അറിയേണ്ടി പാടില്ല. അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ അനീഷാണ് ഇത്രയും കണ്ടസ്റ്റൻസിൽ അനീഷാണ് ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത്. ബാക്കിയുള്ള ഇപ്പോൾ ആര്യൻ അതേപോലെ അക്ബറൊക്കെ നല്ലപോലെ ടാസ്കൊക്കെ നല്ലപോലെ അവർ വിൻ ചെയ്യുന്നുണ്ട്. ആ കോയിൻസ് കളക്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ സ്റ്റോൺസ് കളക്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും പിന്നെ ബാക്കി ഈ മിഡ് വീക്ക് എവിക്സിൻ്റെ ടാസ്കുകളിലുള്ള പങ്കുവരുത്തണമെങ്കിൽ ഈ ആര്യൻ, ജിസേൽ, പിന്നെ അക്ബർ, ബാക്കിയുള്ള ആൾക്കാർക്ക് ടാസ്കുകളിൽ നല്ലപോലെ പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു മൈൻഡ് ഗെയിമിൽ അല്ലെങ്കിൽ ഓവറോൾ ഇതിൻ്റെ ഔട്ട് വരുമ്പോഴത്തേക്കും അവിടെ ഹീറോ ആയിട്ട് ഇപ്പോൾ നിൽക്കുന്നത് അല്ലെങ്കിൽ ഒറ്റയാനായിട്ട് ഇപ്പോൾ നിൽക്കുന്നത് അനീഷ് തന്നെയാണ്. അതാണ് എൻ്റെ ഒരു വീക്ഷണം. അപ്പോൾ പല ആൾക്കാർക്കും അനീഷിനെ പറ്റി പല അഭിപ്രായങ്ങളുണ്ടാവും. ടോക്സിക് ആണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കൊള്ളൂല, മറ്റേതാണ് മറിച്ചെന്നുള്ള പല രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷേ ചിലപ്പോൾ പുള്ളിയുടെ റിയൽ ലൈഫിൽ ചിലപ്പോൾ പുള്ളി ഇങ്ങനെ ആയിരിക്കത്തില്ല, എനിക്കറിയത്തില്ല. റിയൽ ലൈഫിൽ ഇങ്ങനെയാണ് അല്ലെങ്കിൽ പുറത്ത് വരുമ്പോഴത്തേക്കും ആൾക്കാരോട് ഇതേപോലെ പെരുമാറണമെന്ന് ചിലപ്പോൾ പുള്ളിക്ക് അടി കിട്ടും. കാരണം അതേപോലത്തെ സ്വഭാവമാണ്. അതിൽ ഒരു എതിരഭിപ്രായം എനിക്കില്ല. പക്ഷേ ആ ബിഗ് ബോസിൻ്റെ അകത്ത് പുള്ളി കാണിക്കുന്ന ഓരോരോ കാര്യങ്ങൾ നമുക്ക് അത് കണ്ടിട്ട് പുള്ളിനെ വിലയിരുത്താൻ പറ്റത്തില്ല. ചിലപ്പോൾ പുള്ളിയുടെ റിയൽ ക്യാരക്ടർ ആയിരിക്കത്തില്ല.
അത് വിജയിക്കണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തോടെ വരുന്ന ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ പുള്ളി ബിൽഡപ്പ് ചെയ്ത് എടുത്തതായിരിക്കാം. അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും പുള്ളി വിജയിക്കാനുള്ള ചാൻസ് നല്ലപോലെ ഉണ്ട്. കാരണം പുള്ളിയാണ് ഇപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പായിട്ട് നിൽക്കുന്നത്. അതിൻ്റെ അകത്ത് ബാക്കി എല്ലാവരുടെയും എനർജി കുറച്ചായിട്ട് പോകുന്ന പോലെ തോന്നുന്നുണ്ട്. പക്ഷേ ഈ അനീഷ് എന്ന് പറഞ്ഞ വ്യക്തി അന്ന് മുതൽ ഇന്നേ വരെ ഇത്രയും പേര് അറ്റാക്ക് ചെയ്തിട്ട് പോലും പുള്ളി ഒന്ന് മാറി നിന്ന് കരയുന്നത് സങ്കടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത് പുള്ളി 5 വർഷമൊക്കെ എന്തോ ജോലിയിൽ നിന്ന് ലീവ് എടുത്തിട്ട് ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് വന്നിരിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പം അത്രയും ഒരു മെൻ്റൽ ആൻഡ് ഫിസിക്കൽ പ്രിപ്പറേഷൻ പുള്ളിയുടെ സൈഡിൽ നിന്ന് ഉണ്ടാവും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഗെയിം വരുന്ന ഇതിൽ എങ്ങനെ പോകും, ആരായിരിക്കും വിജയം എന്നുള്ളത് കാണാം. അപ്പം എനിക്ക് ഇപ്പോൾ ഈ ഒരു 2 വീക്സിലെ സംഭവങ്ങൾ വെച്ചിട്ട് പുള്ളി അത്യാവശ്യം ബാക്കിയുള്ളവരെക്കാളും കുറച്ച് മുന്നിൽ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾക്കും എങ്ങനെയാണ്, നിങ്ങളുടെ അനാലിസിസ് എങ്ങനെയാണ്, നിങ്ങൾ ഏത് വ്യക്തിയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു ഇത് കമൻറ്റ് ചെയ്യപ്പെടുത്തേക്ക് കൊള്ളാം. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്കും അതിൻ്റെ അഭിപ്രായങ്ങൾ കൊള്ളാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.